തല്ല് കൊടുക്കേണ്ടടുത്ത് തല്ല് കൊടുക്കുകയും തലോടേണ്ടടുത്ത് തലോടുകയും ചെയ്യണം. മുമ്പൊരിക്കൽ ഒരു പ്രസംഗിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു, ഈ കുട്ടികൾക്ക് 2 തല്ലൊക്കെ കൊടുക്കേണ്ടത് ആവശ്യമാണ് എന്ന് പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പൊ അതിന് കുറെ വിമർശനങ്ങളും വന്നു. ഞാൻ എന്റെ കാലത്ത് ഇപ്പൊ ഇതിലുള്ള പലർക്കും അറിയാം, നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മുടെ അധ്യാപകർ നമ്മളെ തല്ലുമായിരുന്നു, നമ്മളെ അവര് സ്നേഹബുദ്ധിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷെ നമുക്ക് അവരോടൊരു ദേഷ്യമായിട്ട് തോന്നിയിട്ടില്ല. നമുക്ക് നല്ലതിനു വേണ്ടിയാണ് അവരത് ചെയ്യുന്നത് എന്നാണ്. ഇന്ന് കാലഘട്ടത്തിന്റെ മാറ്റത്തിനനുസരിച്ച് അധ്യാപന മേഖലയിലും മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതാണ്. അപ്പൊ ഇന്ന് തന്നുന്നത് തെറ്റാണ് എന്ന തരത്തിൽ പലരും എന്നോട് ആ വീഡിയോ കൊണ്ട് അഭിപ്രായപ്പെട്ടു. അപ്പൊ എനിക്ക് തോന്നിയ ഒരു കാര്യം, എന്റെ മകൾ ഇപ്പൊ 10ാം ക്ലാസ്സിലാണ്. അപ്പൊ കഴിഞ്ഞ കുറച്ചുനാൾ മുമ്പ് 9ാം ക്ലാസ്സിന്റെ ഒരു അവസാന കാലയളവില് അവൾക്ക് നല്ല പനിയുള്ള ഒരു ദിവസം അവള് വെളുപ്പിനെ എഴുന്നേറ്റിരുന്ന് പഠിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ പനിയല്ലേ, ഇന്നിപ്പോ രാവിലെ എഴുന്നേറ്റിരുന്ന് പഠിക്കേണ്ട ആവശ്യമുണ്ടോ, കാരണം വയ്യാതിരിക്കുകയല്ലേ എന്ന് പറഞ്ഞപ്പോ അവൾ ട്യൂഷന് പോകുന്നത് എന്റെ വീടിന്റെ അടുത്ത് തന്നെയുള്ള സുനിത എന്ന് പറഞ്ഞ ഒരു ടീച്ചറാണ് ട്യൂഷൻ എടുക്കുന്നത്. അപ്പൊ അവള് പറഞ്ഞില്ല, ഇന്ന് ട്യൂഷന് പോകുമ്പോൾ ടീച്ചർ ചോദ്യം ചോദിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു, ടീച്ചർ നിന്നെ തല്ലുമോ എന്ന് ചോദിച്ചപ്പോൾ തല്ലില്ല. ഞാൻ വഴക്ക് പറയൂ, ഇല്ല വഴക്ക് പറയത്തില്ല, പക്ഷെ ടീച്ചർ പിണങ്ങും എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ സ്നേഹം കൊണ്ട് ഒരു ടീച്ചർ പിണങ്ങുമെന്ന് കരുതി വയ്യാഞ്ഞിട്ട് പോലും അതിരാവിലെ എഴുന്നേറ്റിരുന്ന് പഠിക്കണമെങ്കിൽ ആ ടീച്ചർ അവർക്ക് കൊടുത്തിട്ടുള്ള ഒരു സ്നേഹമാണ്. അപ്പൊ തീർച്ചയായിട്ടും ടീച്ചർമാർ കുട്ടികളെ സ്നേഹം കൊണ്ട് കീഴടക്കാൻ ഇന്നത്തെ കാലത്ത് ശ്രമിച്ചാൽ അത് ഫലവത്താകുന്നതാണ് എന്റെ ഒരു വ്യക്തിപരമായ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോ തല്ല് കൊടുക്കേണ്ടിടത്ത് തല്ല് കൊടുക്കണമെന്ന് അഭിപ്രായം പറയുമ്പോൾ തന്നെ സ്നേഹം കൊണ്ട് ഇവരെ കീഴ്പ്പെടുത്താൻ കൂടി ശ്രമിക്കണം. അങ്ങനെ ശ്രമിച്ചാൽ അത് നല്ലൊരു തലമുറയെ വാർത്തെടുക്കുന്നതിന്